ഞങ്ങൾ ഈ മീൻ എങ്ങനെ ഉണങ്ങുമോ അതേ രീതിയിലാണ് നമ്മൾ ഉണങ്ങുന്നത്. നിങ്ങളിൽ എത്ര പേര് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ജില്ലയിൽ പുല്ലുവിള എന്നുള്ള കടപ്പുറത്താണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇഷ്ടംപോലെ മീൻ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോ മീൻ കാണിച്ചു തരാം. കണ്ട എന്ത് ചന്തത്തിലാണ് ഇവരെ ഈ മീനൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടാ. അതായത് ചാക്ക്, നമ്മുടെ നൂൽ ചാക്കില്ലേ, നൂൽ ചാക്കൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട് രീതിക്കാണോ നമ്മുടെ കേരളത്തും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലും ഉണക്കമീനൊക്കെ കിട്ടുന്നതെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഉണക്കുന്ന ഒരു രീതി കണ്ട. അപ്പോൾ ഈ കാണുന്ന കരുവാട് നമുക്ക് തമ്പാനില്ലേ, തമ്പാൻ എന്നുള്ള കരുവാടാണ് കണ്ട ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അത് കീറി സ്ട്രെയിറ്റ് ആയിട്ട് കീറി അതിൻ്റെ പൂവും കുടലെല്ലാം കളഞ്ഞതിന് ശേഷം വേണ്ട ഇതുപോലെ ചാക്ക് വിരിച്ചിട്ടാണ് അവർ ഉണക്കായിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വേണ്ട നമുക്ക് കാണുന്നത് വാളയാണ്. ഇത് വാള നമ്മുടെ പാമ്പാട തളയനെന്നൊക്കെ പറയത്തില്ല, ആ സൈസാണ്, ആ മീനാണ് അവർ സ്ട്രെയിറ്റ് ആയിട്ട് കീറി തന്നെയാണ് അത് നൂൽ ചാക്ക് വിരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നിട്ടതാണ് ഇവർ ഈ കരുവാട് ഇന്നിട്ടതാണ്. അപ്പോൾ ഇനി ഇവരെ തിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ ചേച്ചിമാരും നമ്മുടെ ആൻറ്റിയും തിരിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പിറക്കിയെടുത്ത് കണ്ട തിരിച്ചിടുന്നുണ്ട്. കാണാൻ തന്നെ ഒരു അടിപൊളി ചന്തം തന്നെയാണ് കണ്ടോ. ഈ കാണുന്നുണ്ട അതാണ്ട അവിടെ കിടക്കുന്ന ആ വാള മീന് അതാണ്ട് ഇതുപോലെ വീണ്ടും തിരിച്ചിട്ടിരിക്കുകയാണ് കണ്ടോ. വാള മീന് തിരിച്ചിട്ടിരിക്കുകയാണ്. ചേച്ചി ഇത് എത്ര ദിവസത്തെ ഉണക്ക് വേണ്ടി വരും? ആ, ഒരു ദിവസം മതിയാവും അല്ലേ? നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഈ നെത്തോലി മീൻ ഉണക്കാനിട്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ഉണക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഏത് രീതിക്കാണെന്ന്. അതായത് വൃത്തി നമ്മുടെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, തമിഴ്നാട് മോഡലിലാണോ ഈ മീനൊക്കെ ഉണക്കിയെടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ നെത്തോലി തന്നെയാണ് ഇവർ ഉണക്കാൻ ഇട്ടിരിക്കുന്ന രീതി. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ കരമടിയില്ലേ, ഈ കരമടിയിലെ പഴയ മാലെന്ന് പറയും കേട്ടോ. കരമടി, അതായത് നമ്മുടെ കരയിൽ നിന്ന് ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ചേർന്ന് രണ്ട് സൈഡിൽ നിന്ന് വലിക്കത്തില്ലേ കരമടി, നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട്, ഒരുപാട് കണ്ടു നോക്കുക. ആ സാധനം അടിയിൽ വിരിച്ചിട്ടതിന് ശേഷമാണ് നെത്തോലി ഇങ്ങനെ വിതറിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നെത്തോലിക്ക് നല്ല വെയിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ 1-2 ദിവസം എടുക്കും കേട്ടോ ഇത് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. നമ്മുടെ അമ്മച്ചിയുടെ മോന്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുക അല്ലേ അമ്മച്ചി? അതിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് കൊടുക്കുമല്ലോ. അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഏതൊക്കെ ഉണക്കമീനാണ് ഉള്ളത്? ഇപ്പോൾ ഉള്ളത് വാള ഉണ്ട്, നെത്തോലിയുണ്ട്, അയില ഉണ്ട്, പിന്നെ നിങ്ങളുണ്ട് ആ മീനുണ്ട്. ഏത് നമ്മുടെ തമ്പാൻ മീൻ അല്ലേ? അപ്പൊ നേരത്തെ ആളുകളൊന്ന് വാങ്ങാറുണ്ടോ ഇതുപോലെ? നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി പ്രധാനമായിട്ട് ഏതൊക്കെ മാർക്കറ്റിലാണ് കൊടുക്കുന്ന അമ്മച്ചി? നെടുമങ്ങാട്. അമ്മച്ചിയുടെ പേരെന്തോന്ന്? ലിറ്റിൽ ഫ്ലവർ അല്ലേ? തമിഴ്നാട്ടിൽ വെള്ളമില്ല. തമിഴ്നാട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു കുടം വെള്ളത്തിന് 50 രൂപ കൊടുത്താൽ പോലും അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇല്ല. അപ്പൊ അവർ ഇതേപോലെ എന്തെങ്കിലും മീന് കിട്ടുകയാണെങ്കിൽ അവർക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും കായലിൽ കൊണ്ടിട്ടാണ് അവര് കഴുകി വൃത്തിയാക്കി ചെയ്യുന്നത്. ഒരു വൃത്തിയില്ലായ്മ ഉണ്ടല്ലേ തമിഴ്നാട് പരിപാടി, അതാണ് വിഷയം. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈപ്പുണ്ട്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നമ്മൾ ഈ ചരുവത്തിൽ ഒരു ചരുവം വെള്ളം എടുക്കുകയാണെങ്കിൽ 150 രൂപ കൊടുക്കണം. അതൊരു പ്രാവശ്യം നമ്മൾ മീന് കഴുകാൻ മാത്രമേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഉപ്പ് ദാണ്ട വെള്ളം ഉപ്പിട്ട് നമ്മളെ ഉപ്പ് കരച്ച് വെള്ളമായിട്ട് ഇട്ടിരിക്കും. അത് വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ ഇനും 3 വെള്ളം നമ്മൾ കഴുകണം. ഇപ്പൊ ഞങ്ങൾ മാത്രം ഇന്നും ഇന്നലെയും ചെയ്യുന്ന ജോലിയല്ല, നമ്മൾ വർഷങ്ങളായി 10-35 വർഷം പോലെ ആയി അമ്മ ചെയ്ത തൊഴിലാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അമ്മ പ്രായമായി, ഇപ്പൊ അമ്മയുടെ ജോലിയാണ് മോള് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത തലമുറ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ചെയ്യുമോ ചെയ്യൂലെന്ന് അറിഞ്ഞൂടാ, ഭാവിയിൽ അറിയാൻ പറ്റത്തുള്ളൂ. അന്ന് ഞാൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഉപ്പുണ്ടെങ്കിൽ വെയിലില്ലെങ്കിൽ നമ്മൾ 2-3 ദിവസം ഉപ്പിൽ വെച്ചിരിക്കും. കടൂരമായ വെയിൽ ഇതേപോലുള്ള പ്രകാശം കിട്ടിയാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കരുവാടാകും. ഒരു ദിവസത്തെ ഉണക്ക് മതിയാകും. കാരണം അതുവരെ നമുക്ക് ഉപ്പിലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഈ വെട്ടം വരുന്ന സമയത്ത് നമ്മൾ ഈ സാധനങ്ങൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ ഊറ ഇട്ടിരിക്കും. 1-1.5 മണിക്കൂർ 2 മണിക്കൂർ ഊറ ഇട്ടിരുന്ന്
നമ്മൾ പിന്നെ ആ വെള്ളം മാറ്റി കഴുകിയാണ് നമ്മൾ ഈ കരുവാടാക്കുന്നത്. കരുവാടാക്കി എടുക്കുന്നത്. ഞങ്ങൾ ഈ മീൻ എങ്ങനെ ഉണങ്ങുമോ അതേ രീതിയിലാണ് നമ്മൾ ഉണങ്ങുന്നത്. ഈ വെയിലത്ത് ചൂടത്ത് കിടന്ന് ഇപ്പൊ കണ്ടല്ല ഒരു വെയിലാണ് ഇപ്പൊ. ഇപ്പൊ ഈ നമുക്ക് ഒരു തിണലില്ല. നമ്മള് മീനും നമ്മളുമായിട്ടാണ് ഉണങ്ങുന്നത്. പിന്നെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഒരു ടാർപ്പ 9,000 രൂപ. അവിടെ കിടക്കുന്ന നീല ടാർപ്പ അല്ലേ? അത് 9,000 രൂപയാണ്. അത് ഇത്രയാണ് ഇത് ഇത്രയും മൂടിയത്. മഴ വന്നു കഴിഞ്ഞാൽ മൂടാനായിട്ട്. ഇന്നിപ്പോ നമ്മള് മൂടിയിട്ടിരിക്കും. ഇപ്പൊ കഴി വെച്ച് ഉടനെ മഴ വന്നാ നമ്മള് മൂടിയിട്ടിരിക്കും. നാളെയും മഴ, മറ്റന്നായും മഴ, തുറക്കാൻ വയ്യാത്ത രീതിയാകും. അപ്പൊ എന്ത് ചെയ്യും? ആ മീനും നശിച്ചു പോകും. അപ്പൊ അത്ര സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഉണക്കമീൻ ഉണക്കിയെടുക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട് മോഡലല്ല, നമ്മുടെ കേരള രീതി ഇതുപോലെയാണ്. തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അവസ്ഥ അതാണ്.